ഉത്തര കൊറിയയിൽ വിദേശ സിനിമകൾ കണ്ടതിന് വധശിക്ഷ വർദ്ധിപ്പിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന ഒരു UN റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കിങ് ജോണിന്റെ ഭരണത്തിൽ പൗരന്മാരുടെ സ്വാതന്ത്ര്യം കർശനമായി നിയന്ത്രിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനീവയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് വിദേശ മാധ്യമങ്ങൾ കാണുന്നതിനും പങ്കുവെക്കുന്നതിനും വധശിക്ഷ നടപ്പാക്കുന്നതിൽ വൻ വർധനവുണ്ടായിരിക്കുന്നു എന്നാണ്. UN മനുഷ്യാവകാശ ഓഫീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ദശകത്തിൽ ഉത്തര കൊറിയൻ ഭരണകൂടം ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലെ പുരോഗതി ഈ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇന്നത്തെ ലോകത്ത് മറ്റൊരു ജനവിഭാഗവും ഇത്തരം കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ല, റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. UN ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ അവസ്ഥ തുടർന്നാൽ ഉത്തര കൊറിയൻ ജനത ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകളും ക്രൂരമായ അടിച്ചമർത്തലും ഭയവും സഹിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷത്തിനിടെ രക്ഷപ്പെട്ട 300-ലധികം ആളുകളുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. 2015 മുതൽ വിദേശ സിനിമകളും TV ഷോകളും കാണുന്നതിനും വിതരണം ചെയ്യുന്നതിനും വധശിക്ഷ അനുവദിക്കുന്ന 6 പുതിയ നിയമങ്ങളും നടപ്പിലാക്കി. 2020 മുതൽ ഈ കുറ്റങ്ങൾക്ക് പരസ്യമായി ഫയറിംഗ് സ്ക്വാഡുകൾ വഴി വധശിക്ഷകൾ വർദ്ധിച്ചു. 2023 രക്ഷപ്പെട്ട കാങ്ക്യൂരി BBC-യോട് പറഞ്ഞത്, ദക്ഷിണ കൊറിയൻ ഉള്ളടക്കവുമായി പിടിക്കപ്പെട്ടതിന് എൻ്റെ 3 സുഹൃത്തുക്കളെ വധിച്ചു എന്നാണ്. 23 വയസ്സുള്ള ഒരു സുഹൃത്തിന്റെ വിചാരണയിൽ ഞാൻ സാക്ഷിയായിരുന്നു. ഇപ്പോൾ ഈ കുറ്റങ്ങൾ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളോടൊപ്പം കണക്കാക്കപ്പെടുന്നു. 2011 കിങ് ജോൺ ഉൻ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം പ്രതീക്ഷിച്ചിരുന്നു. ഇനി അരക്കെട്ട് മുറിക്കേണ്ട എന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം ജനങ്ങൾക്ക് പ്രതീക്ഷയും നൽകിയിരുന്നു. എന്നാൽ 2019 പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ ഉപേക്ഷിച്ച് ആണവായുധ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഭക്ഷണക്ഷാമവും രൂക്ഷമാണ്. 3 നേരം ഭക്ഷണം ആഡംബരമായി മാറിയിരിക്കുന്നു. കോവിഡ് കാലത്ത് പട്ടിണി മൂലം ആളുകൾ മരിച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ചു കൊല്ലാൻ സൈന്യത്തിന് ഉത്തരവുമുണ്ട്. കിങ് ജോൺ ഉന്നിന്റെ ആദ്യത്തെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നിരുന്നില്ല. 2018 രക്ഷപ്പെട്ട ഒരു യുവതി പറഞ്ഞത് ഇങ്ങനെയാണ്: നിർമ്മാണ ഖനന പദ്ധതികൾക്കായി ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരെ ഷോക്ക് ബ്രിഗേഡുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപകടകരമായ ഈ ജോലികളിൽ മരണങ്ങൾ സാധാരണമായിരിക്കുകയാണ്. രാഷ്ട്രീയ ജയിൽ ക്യാമ്പുകളിൽ പോഷകാഹാരക്കുറവും അമിത ജോലിയും ഗാർഡുകളുടെ അക്രമവും മൂലം തടവുകാർ മരിക്കുന്നുമുണ്ട്. ഈ ലംഘനങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അന്വേഷിക്കണമെന്നാണ് UN ആവശ്യപ്പെടുന്നത്. എന്നാൽ ചൈനയും റഷ്യയും ഉത്തര കൊറിയക്കെതിരായ ഉപരോധങ്ങൾ തടയുന്നുണ്ട്. ബെയ്ജിങ്ങിൽ നടന്ന സൈനിക പരേഡിൽ കിങ് ജോൺ ഉന്നും ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിൻ എന്നിവരെ കൊന്നിച്ചത് ഈ പിന്തുണയുടെ സൂചന കൂടിയാണ്. രാഷ്ട്രീയ ജയിൽ ക്യാമ്പുകൾ അവസാനിപ്പിക്കാനും വധശിക്ഷ ഒഴിവാക്കാനും പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും UN ആവശ്യപ്പെടുന്നുണ്ട്. ഉത്തര കൊറിയയിലെ യുവാക്കൾക്കിടയിൽ മാറ്റത്തിനുള്ള ശക്തമായ ആഗ്രഹമുണ്ട്. വോൾക്കർ ടർക്ക് പറഞ്ഞത്, അന്താരാഷ്ട്ര സമൂഹം ഈ അടിച്ചമർത്തലുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതാണ്.